രാമചരിതത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാട്ടിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യ കൃതി ഏത്? രാമചരിതമാണ് പാട്ടിന്റെ ലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യ കൃതി. രാമചരിതത്തിന്റെ രചയിതാവ് ആര്? ശ്രീരാമനാണ് രാമചരിതത്തിന്റെ രചയിതാവ്. രാമചരിതം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ആര്? ഹെർമൻ ഗുണ്ടട്ടാണ് രാമചരിതം കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത്. പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ രാമചരിതത്തിലെ 30 പടലം ആദ്യമായി പ്രസാധനം ചെയ്തത് ആര്? ഉള്ളൂറാണ് പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിൽ രാമചരിതത്തിലെ 30 പടലം ആദ്യമായി പ്രസാധനം ചെയ്തത്. രാമചരിതത്തിലെ ഇതിവൃത്തം എന്താണ്? രാമായണം യുദ്ധകാണ്ഡമാണ് രാമചരിതത്തിലെ ഇതിവൃത്തം. രാമചരിതത്തിലെ പാട്ടുകളുടെ എണ്ണം എത്ര? 1814 പാട്ടുകളാണ് രാമചരിതത്തിൽ ഉള്ളത്. രാമചരിതത്തിലെ പടലങ്ങളുടെ എണ്ണം എത്ര? 164 പടലങ്ങളാണ് രാമചരിതത്തിൽ ഉള്ളത്. രാമചരിതം കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? കോവുണ്ണി നെടുങ്ങാടിയാണ് രാമചരിതം കൽപ്പിച്ചുണ്ടാക്കിയ കാവ്യം എന്ന് അഭിപ്രായപ്പെട്ടത്. ശ്രീരാമനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉള്ളൂറാണ് ശ്രീരാമനെ മലയാളത്തിലെ ചോസർ എന്ന് വിശേഷിപ്പിച്ചത്. രാമചരിതത്തിലെ പ്രധാന രസം എന്താണ്? വീരരസമാണ് രാമചരിതത്തിലെ പ്രധാന രസം. രാമചരിതത്തിന്റെ സമ്പൂർണ്ണ വിമർശനാത്മക പഠനം തയ്യാറാക്കിയത് ആര്? ഡോക്ടർ പി.വി. കൃഷ്ണൻ നായരാണ് രാമചരിതത്തിന്റെ സമ്പൂർണ്ണ വിമർശനാത്മക പഠനം തയ്യാറാക്കിയത്. രാമചരിതത്തിലെ വൃത്തങ്ങളുടെ എണ്ണം എത്ര? 16 വൃത്തങ്ങളാണ് രാമചരിതത്തിലുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം എന്ന് ഗുണ്ടട്ട് രേഖപ്പെടുത്തിയ കൃതി. മലയാള നിഘണ്ടുവിന്റെ മുഖവുരയിലാണ് മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് രാമചരിതം എന്ന് ഗുണ്ടട്ട് രേഖപ്പെടുത്തിയത്. ശ്രീ പത്മനാഭസ്വാമിയെ പോകി പോക ചയനൻ എന്ന് സ്മരിക്കുന്ന പാട്ടുകൃതി ഏത്? രാമചരിതമാണ് ശ്രീ പത്മനാഭസ്വാമിയെ പോകി പോക ചയനൻ എന്ന് സ്മരിക്കുന്ന പാട്ടുകൃതി. രാമചരിതം പൂർണ്ണമായ രൂപത്തിൽ പ്രസാദനം ചെയ്തത് ആര്? കെ സാംബശിവ ശാസ്ത്രികളാണ് രാമചരിതം പൂർണ്ണമായ രൂപത്തിൽ പ്രസാദനം ചെയ്തത്. രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്? നടുവട്ടം ഗോപാലകൃഷ്ണനാണ് രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. രാമചരിതത്തെ കവി വിളിച്ചിരുന്ന പേര് ഇരാമചരിതം എന്നാണ് രാമചരിതത്തെ കവി വിളിച്ചിരുന്ന പേര്. രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ ആരൊക്കെ? കെ.ജി. ശേഷയ്യരും ടി. ഗോപിനാഥ റാവുവുമാണ് രാമചരിതം ഒരു തമിഴ് കൃതിയാണ് എന്ന് അഭിപ്രായപ്പെട്ടവർ. വീരരസപ്രധാനമായ ഭക്തിസാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? പുതുശ്ശേരി രാമചന്ദ്രനാണ് വീരരസപ്രധാനമായ ഭക്തിസാഹിത്യ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത്.
രാമചരിതത്തിന്റെ വട്ടെഴുത്ത് ഗ്രന്ഥം കണ്ടെടുത്ത സ്ഥലം. നീലേശ്വരമാണ് രാമചരിതത്തിന്റെ വട്ടെഴുത്ത് ഗ്രന്ഥം കണ്ടെടുത്ത സ്ഥലം.